ചെയിൻ റൂളിലെ നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻവേഴ്സ് ഫങ്ഷൻ. അത് പല പ്രോബ്ലം ഉണ്ട്. ഒന്ന് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഏതാ നമ്മൾ പഠിച്ചേക്കണം, 1/1+s². അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 - s². d by dx of cos inverse x equal to -1/√1 - s². d by dx of cot inverse x equal to 1/-1/1 + s². അപ്പോൾ ഇത്രയും ഇക്വേഷൻ വെച്ചുള്ള ചെയിൻ റൂളാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വൈ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഏതാ ഫോർമുല, നമ്മുടെ 1/1 + s² അല്ലേ. അപ്പം ഇതേ ടൈപ്പ് പ്രോബ്ലം എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് x², ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + s². അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ s² ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ dy/dx = 1/1 + ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, x² ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ s² അവിടെ എഴുതും, ഹോൾ സ്ക്വയർ. ഇതുണ്ടോ, s² എന്ത് വരുന്നുവോ ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷന് നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എഴുതും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, ഈ s²ൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഇത്രയും ഒരു കാര്യമുള്ളൂ. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. y = tan ഇൻവേഴ്സ് ഓഫ് e⁻x. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ, 1/ ഡെറിവേറ്റീവ് = dy/dx = 1/1 + അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ, ഈ e⁻x അല്ലേ. അപ്പോൾ എന്ത് വരും കൊച്ചുങ്ങളെ, ഈ e⁻x ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഈ e⁻xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. e⁻xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ, e⁻x. ദെൻ ആൻസറായി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. dy = tan ഇൻവേഴ്സ് ഓഫ് s³ ആണെന്ന് വെച്ചോ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx, ഡെറിവേറ്റീവ് എന്ത് വരും, dy/dx = 1/1 + ഈ x³ സ്ഥാനത്ത്, എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കണേ, s³ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും, s³ ദ ഹോൾ സ്ക്വയർ. തീർന്നോ, ഇല്ല. എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഈ s³ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. എന്താണ് s³ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3s². x⁻n ഡെറിവേറ്റീവ് n × x⁻n-1. അപ്പോൾ s³ ഡെറിവേറ്റീവ് എന്താ, 3 × x⁻1 കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു s². ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = tan ഇൻവേഴ്സ് ഓഫ് a⁻x. അവിടെ എന്തായിരിക്കും ഡെറിവേറ്റീവ്, ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + s². അപ്പോൾ dy/dx = 1/1 + അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്, a⁻x അല്ലേ. അപ്പോൾ a⁻x ദ ഹോൾ സ്ക്വയർ. പിന്നെയോ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്, ഈ a⁻xൻ്റെ ഡെറിവേറ്റീവ് a⁻x × log a. ദെൻ ആൻസറായി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അത് കോട്ടും വരാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് x² ആണെന്ന് വെച്ചോ. അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx = എന്ത് വരും, കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്നാ, 1/-1/1 + അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ, s² അല്ലേ. അപ്പോൾ s² ദ ഹോൾ സ്ക്വയർ. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും, ഈ s²ൻ്റെ ഡെറിവേറ്റീവ് 2x. ദെൻ ആൻസറായി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ അല്ലേ.
ഇനി നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രോബ്ലം ഇതുപോലെ നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/√(1 - അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫോർമുല എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√. ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? s² അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും വെച്ചിട്ടുള്ളേ? 1 - s²² തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ s² ഡെറിവേറ്റീവോടെ വരും. എന്താ s² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് e റൈസ് ടു എക്സ്. അവിടെ ഫോർമുല അനുസരിച്ച് നമുക്കറിയാം dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√. എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? e റൈസ് ടു എക്സ്. അപ്പോൾ 1 മൈനസ് ഈ e റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ആ e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? e റൈസ് ടു എക്സ്. തീർന്നു, പണി തീർന്നു. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് a റൈസ് ടു എക്സ്. അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√(1 മൈനസ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? എ റൈസ് ടു എക്സ്. അപ്പോൾ എ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എന്തോടെ വരും? ഈ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എയോടെ വരും. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് s² ആണെന്ന് വെച്ചു. എന്താണ് ഡെറിവേറ്റീവ്? കോസിൻ്റെ ഡെറിവേറ്റീവിനകത്ത് സൈൻ്റെന്ന് വ്യത്യാസമായിട്ടൊരു മൈനസോടെ വരും അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -1/√(1 - s² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? 1/√(1 - s². എക്സിൻ്റെ സ്ഥാനത്ത് s² കൊടുക്കും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ s² ഡെറിവേറ്റീവ് 2x വരും. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. പക്ഷേ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ എന്ത് വരും? അതിനകത്തൊരു മൈനസോടെ ചേർത്താൽ മതി അല്ലേ? ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് e റൈസ് ടു എക്സ്. എന്തായിരിക്കും നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -1/√. എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? e റൈസ് ടു എക്സ്. അപ്പോൾ 1 മൈനസ് ആ എക്സിൻ്റെ സ്ഥാനത്ത് e റൈസ് ടു എക്സ് കൊടുത്തു ഹോൾ സ്ക്വയർ. തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ഈ e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ്. ക്ലിയർ ആയല്ലോ? ഡെറിവേറ്റീവിനകത്ത് നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചേക്കണേ എന്താ? 1/x അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഗരിതമിക് ഫങ്ഷൻ എന്ന ടോപ്പിക്കിനകത്താണ്. ലോഗ് അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു ലോഗ് x² എന്നാന്ന് വെച്ചോ. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഇവിടെ x ആണെങ്കിൽ 1/x വരും. അങ്ങനെയാണെങ്കിൽ ലോഗ് x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് 1/s² വരും. പിന്നെ നമുക്കറിയാം ഈ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതായിരിക്കും? ഈ s² ഡെറിവേറ്റീവ് എന്താ? 2x. ആൻസറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് അല്ലേ? ദെൻ അടുത്ത രണ്ടാമത്തെ നോക്കാം. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് നോക്കാം. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/.
എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? സൈൻ എക്സ്. അപ്പം നമ്മൾ 1 എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? സൈൻ എക്സ് അല്ലേ? അപ്പോൾ ആ സൈൻ എക്സ് വന്നു. തീർന്നോ? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അവിടെ വരും. സിമ്പിളാണല്ലേ? ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു log tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ dy ബൈ dx ഈക്വൽ ടു 1 അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ കൊച്ചുങ്ങളെ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ? അപ്പം നമ്മൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വരും? ഈ ടാൻ ഇൻവേഴ്സ് എക്സ് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ്. തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും അവിടെ? ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് എസ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു log x. Then dy by dx ഈക്വൽ ടു, ആദ്യം ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ലോഗിൻ്റെ ഡെറിവേറ്റീവ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. അപ്പോൾ എന്ത് വരും? 1 ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാണ്? ലോഗ് എക്സ് അല്ലേ? അപ്പോൾ 1/log x. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. പിന്നെ ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതോടുകൂടി അവിടെ തീർന്നു. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു log a റൈസ് ടു എക്സ്. ഏതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കണം a റൈസ് ടു എക്സ്. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy ബൈ dx ഈക്വൽ ടു 1 a റൈസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കണം? a റൈസ് ടു എക്സ്. അപ്പോൾ a റൈസ് ടു എക്സ്. ഇനി ഇത് എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ഈ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ലോഗ് എ. വേണമെങ്കിൽ കോമൺ ഉള്ള എ റൈസ് ടു എക്സ് വെട്ടിപ്പോയിട്ട് നമുക്ക് എഴുതാം, വേണമെങ്കിൽ എഴുതിയാൽ മതി. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു ലോഗ് ടാൻ ഇൻവേഴ്സ് എക്സ്. ലോഗ് ടാൻ എക്സ്. എവിടെ ഡെറിവേറ്റീവ് പറഞ്ഞു നോക്കിയേ? dy ബൈ dx ഈക്വൽ ടു ഏതിൻ്റെ ഡെറിവേറ്റീവ്? ലോഗിൻ്റെ ഡെറിവേറ്റീവ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/x. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ? ടാൻ എക്സ്. അപ്പോൾ 1/tan x വരും. പിന്നെ തീർന്നോ? ഏതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വേണം? ഈ എക്സ് ഒഴിച്ച് എന്ത് കിടന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചേക്കണേ? c² x. ദെൻ ആൻസറായി. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല, ഇത്ര എഴുതിയാൽ മതി.